നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകളായിരിക്കാം നമ്മളെല്ലാവരും. അത്തരത്തിലൊരു ജീവിതത്തിൽ അവർ തുടങ്ങി വെച്ച ഒരു ആശയമാണ് ഇന്ന് 7 പേരിൽ നിന്നും 350ഓളം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. പാതേ നമസ്കാരം. നമസ്കാരം. ഏട്ടൻ്റെ പേരെന്ന് പറയും? എൻ്റെ പേര് സതീഷ്. ഇതിപ്പോ എത്ര വർഷമായി തുടങ്ങിയിട്ട്? നമ്മൾ കോവിഡ് സമയത്ത് തുടങ്ങിയാണ്. ആ ലോക്ക്ഡൌൺ വന്നപ്പോൾ ആദ്യം ലോക്ക്ഡൌൺ തുടങ്ങിയാണ്. ഭാര്യയാണ്, ആള് ഫുൾ സപ്പോർട്ടാണ്. തച്ചമ്പാറ പഞ്ചായത്തിൽ 6-ാം വാർഡ് കിച്ചറുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഫുഡ് റെഡിയാക്കി സപ്ലൈ ആണ്. ഇതിൽ അതിന് സെപ്പറേറ്റ് കിച്ചൺ ഉണ്ട്, റെഡിയാക്കിയിട്ടാണ് പോകുന്നത്. ഫുഡെല്ലാം റെഡിയാണ്. അപ്പോൾ എവിടെ കൊടുക്കാൻ പോകണം? ഇവിടെ നമ്മുടെ ഒപ്പം വരും, അപ്പോൾ കാണാം. തിരക്കിലാണ്. കഴിഞ്ഞു, കഴിയാറായില്ല. ഫുഡ് ഫസ്റ്റ് നിങ്ങൾ എവിടെ കൊടുത്തിരുന്നത്? ഫസ്റ്റ് നമ്മള് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചില അഭിപ്രായ വ്യത്യാസം കൊണ്ട് ഞാൻ ആ കൂട് മാറ്റി നമ്മൾ ഒറ്റയ്ക്ക് പിന്നെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ നമ്മള് പാലക്കാട് മണ്ണാർക്കാട് വരെ തെരുവിൽ കൊടുക്കുന്നുണ്ട്. ഒരു 70-80ഓളം പൊളിച്ച് കൊടുക്കുന്നുണ്ട്. രാവിലെ പാലക്കാട് കൊടുക്കും. രാവിലെ പാലക്കാട് രാവിലെ ഒരു 10 വീട്ടിൽ നിന്ന് ഇറങ്ങും. ഒരു 11 മണിയൊക്കെ വൈകുന്നേരം ആകുമ്പോൾ പാലക്കാട് എത്തും. തിരിച്ചൊരു 12-12 മണിയൊക്കെ ആകുമ്പോൾ മണ്ണാർക്കാട് ദിവസത്തിൽ ആഴ്ചയിൽ 5 ദിവസം കൊടുക്കുന്നുണ്ട്. ചോറ്, സാമ്പാർ, ഉപ്പേരി, അച്ചാറ്. ഇത് ഇന്നും തുടങ്ങിയതല്ല, 6 വർഷം കോവിഡ് സമയത്ത് തുടങ്ങിയാണ്. തുടക്കത്തിൽ എത്ര പേർക്ക്? ഞാൻ 7 പൊതി ചോറും കൊണ്ട് തുടങ്ങിയാണ്. ചില കോവിഡ് സമയത്ത് മണ്ണാർക്കാട് അങ്ങാടിയിൽ റോഡ് കൂടെ താമസിക്കുന്ന ആളുകൾ കണ്ടപ്പോൾ ഞാൻ അവർക്ക് പൈസ കൊടുത്തപ്പോൾ പൈസ വേണ്ടെന്ന് പറഞ്ഞു, ചോറ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ചോറ് ഒരു 7 പൊടിയാക്കി കൊണ്ട് കൊടുത്ത് അവിടെന്നാണ് തുടക്കം. ഇപ്പൊ എത്ര പേരുണ്ട്? ഇപ്പൊ ഏതാണ്ട് ഒരു 250-300 ആൾക്ക് വരെ ഡെയിലി കൊടുക്കുന്നുണ്ട്. 300 പേർക്ക്. 3 ആൾക്ക് ദൂരം എങ്ങനെ കൊടുക്കാൻ പറ്റും? എന്നെ സംബന്ധിച്ച് ജാതി, മതം, രാഷ്ട്രീയം അങ്ങനത്തെ ഒരു ചിന്താഗതി ഇല്ലാത്ത ഒരാളാണ്. പഞ്ചായത്ത് ഒരു മനുഷ്യൻ എന്നുള്ള ലെവലുള്ള പ്രവർത്തനമാണ് നമ്മൾ. ബ്ലഡ് ഡൊണേഷൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹെയർ ഡൊണേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ 2 വട്ടം ഹെയർ ഡൊണേറ്റ് ചെയ്താണ്. 13 വട്ടം ബ്ലഡ് കൊടുത്ത ആളാണ് ഞാൻ. 46 തവണ ബ്ലഡ് കൊടുത്ത ആളാണ്. ഭക്ഷണം കൊടുക്കാന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പുണ്യം തന്നെയാണ് അല്ലേ? ആണ്, ഒക്കെയാണത്. വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ കൂടുതൽ പുണ്യം വേറെ ഒന്നുമില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരുപാട് അനുഭവിച്ച ഒരാളാണ്. ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. 2 കൂട്ടരും കുടുംബം ശക്തമായിട്ടുള്ള എതിർപ്പാണ്. ഇപ്പൊ വെള്ള വീട്ടുകാർ കുറച്ച് യോജിച്ചു വരാൻ തുടങ്ങി. എന്റെ വീട്ടുകാർ ഇപ്പം ശക്തമായിട്ടുള്ള എതിർ തന്നെയാണ്. എതിർപ്പ് തന്നെയാണ്. നമ്മള് എന്താ പറയാ, ചോറിലാണ്ടൊക്കെ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിയാവുന്ന ഒരു കാലഘട്ടത്തിൽ. അപ്പൊ ഒരുപാട് അനുഭവത്തിലൂടെയാണ് നിങ്ങൾ ഈ ഫീൽഡിൽ വന്നത്. വിശപ്പ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതായത് മണ്ണാർക്കാട് എന്നുള്ള ഒരു ആശയം വെച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നിട്ട് വന്നത്. അതെ അതെ, മണ്ണാർക്കാട് വിസ്മരിക്കേണ്ട എന്നുള്ള ഉദ്ദേശത്തോടെ തുടങ്ങിയ പദ്ധതിയാണ്. അതിപ്പോൾ നമ്മൾ പാലക്കാടിന്റെ ഒരു സൈഡിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. സ്റ്റേഡിയം സ്റ്റാൻഡ് വരെ എത്തുന്നുണ്ട്. പാത എന്ന് പറയുമ്പോൾ വഴിച്ചോറ് എന്നുള്ളതാണ് അർത്ഥം. ഈ പദ്ധതി ഒരുവിധ ആളുകളിലേക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെ പോകുമ്പോൾ എല്ലാവരും വാങ്ങിയിട്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉൽപ്പന്നങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ഈ ഒരു പദ്ധതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൈസപ്പിരിവ് ആരും ചെയ്യുന്നില്ല. അറിഞ്ഞു തരികയാണെങ്കിൽ മാത്രം സ്വീകരിക്കുന്നു, വാങ്ങിക്കുന്നു. ആരും പൈസ പിരിക്കുക കാര്യങ്ങളൊന്നുമില്ല. ഇതിനുവേണ്ടി നമ്മൾ കച്ചവടം ചെയ്യുന്നുണ്ട്. പിന്നെ ഓയിൽ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. അതിന് കിട്ടുന്ന ചെറിയൊരു ലാഭത്തിന്റെ ഒരു ഇതാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. എന്റെ ഇടയിൽ കൂടെ അറിഞ്ഞു തരുന്നവരുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് കുഴപ്പമില്ല, എന്തെങ്കിലും വെച്ചോ ബാക്കി പൈസ അറിഞ്ഞു തരുന്നവരുണ്ട്. ബാക്കി വെച്ചോന്ന് പറഞ്ഞിട്ട് ബാക്കി പൈസ ബാലൻസ് പൈസ വെച്ചോന്ന് പറഞ്ഞിട്ട് തരുന്നവരുണ്ട്. നിങ്ങളുടെ ഹെഡിങ് തന്നെ ഈ വിശപ്പ് രഹിത മണ്ണാർക്കാട് എന്നാണ് അല്ലേ? അതെ. അതങ്ങനെ ആശയം മുന്നോട്ട് വെക്കാൻ കാരണം മണ്ണാർക്കാട് ആരും വിശന്നോ ദാഹിച്ചിരിക്കേണ്ട എന്നുള്ളൊരു ഉദ്ദേശത്തോടെ തുടങ്ങിയതാണ്. അപ്പൊ എന്തായാലും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനം. മണ്ണാർക്കാടുകാരുടെ സപ്പോർട്ടുള്ളിടത്തോളം കാലം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും.